പാലക്കാട്ടെ ഡീൽ ആരോപണം കത്തുന്നു. സിപിഎം ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയത് ബിജെപിയെ സഹായിക്കാനെന്ന് യുഡിഎഫ് ആണ് ബിജെപിയെ സഹായിക്കുന്നതെന്ന് തിരിച്ചടിച്ച് സിപിഎം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പ്രചാരണം കേരളത്തിലാകെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇപ്പോൾ ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഹോട്ടൽ വ്യവസായിയെ നിർത്തിയതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വിവാദത്തിന് തുടക്കമിട്ടത്. ഇതോടെ യുഡിഎഫ് ഇത് കേരളമൊട്ടാകെ ഏറ്റുപിടിക്കുകയായിരുന്നു. മുസ്ലിം സ്ഥാനാർത്ഥിയായ ഹോട്ടലുടമ എൻ.എം. റസാഖ് മുസ്ലിം വോട്ടുകൾ പിടിക്കുമ്പോൾ വിജയൻ രണ്ടാം സ്ഥാനത്തുള്ള ബിജെപിയുടെ ശോഭാ സുരേന്ദ്രനാകുമെന്നാണ് ആരോപണം. സ്വന്തം ചിഹ്നവും പാർട്ടിക്കാരനും ഒഴിവാക്കിയാണ് റസാഖിനെ നിർത്തിയത്. ഇത് മുസ്ലിങ്ങൾ പൊതുവെ യുഡിഎഫിന് നൽകാറുള്ള വോട്ടിൽ വിള്ളൽ വീഴ്ത്താനാണെന്നാണ് ആരോപണത്തിന് തെളിവായി എൻ.എം.ആർ. ഹോട്ടലിൽ ബിജെപി നേതാക്കളുമായി റസാഖ് ചർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ യുഡിഎഫ് പുറത്തുവിട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, നഗരസഭാ ചെയർമാൻ പി സ്മിതേഷ് എന്നിവരാണ് ചർച്ച നടത്തിയത്. എന്നാൽ സ്വകാര്യ സംഭാഷണമാണെന്നാണ് ബിജെപിയുടെ വിശദീകരണം. കഴിഞ്ഞ ഡിസംബറിലാണ് സുരേഷ് ഗോപി പാലക്കാട്ടെത്തിയതും എൻ.എം.ആർ. ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ചതും. എന്നാൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി നടൻ രമേഷ് പിഷാരടിയെ നിർത്തിയത് ബിജെപിയുടെ വിജയത്തിനാണെന്നാണ് സിപിഎം തിരിച്ചടിക്കുന്നത്. പാലക്കാട് ബിജെപിയെ വിജയിപ്പിച്ചാൽ 10 മണ്ഡലങ്ങളിൽ സിപിഎമ്മിന് ബിജെപി വോട്ട് ചെയ്ത് ഇടതുമുന്നണിയെ അധികാരത്തിലെത്തിക്കാനാണ് ധാരണയെന്നാണ് പരാതി. എന്നാൽ 2016-ൽ ബിജെപിയുമായി ചേർന്നാണ് യുഡിഎഫ് പാലക്കാട് വിജയിച്ചതെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ബിജെപിയാകട്ടെ യുഡിഎഫും എൽഡിഎഫും തമ്മിലാണ് ധാരണയെന്നാണ് ആരോപിക്കുന്നത്. യു ടി വി ന്യൂസ്, പാലക്കാട്.